ചൂരൽമലയിലെ പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ ഒരുപാട് മനുഷ്യരുടെ ഇടയിലാണ് ഇന്ന് നമ്മളുള്ളത്. ഇവിടെ മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ചുറ്റുള്ളത്. കേരളത്തിലോ ഇന്ത്യയിലോ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സെമിത്തേരി എന്ന് പറയാം, ശവകുടീരങ്ങൾ എന്ന് പറയാം, ഖബർസ്ഥാൻ എന്ന് പറയാം, എന്ത് വേണമെങ്കിലും ഇതിനെ വിളിക്കാം. അത്തരത്തിലുള്ള ഒരു സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, എല്ലാവരും മിക്സായിട്ട് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഉള്ളത്, ഇവിടെയുള്ള ശവകുടീരങ്ങൾക്കൊക്കെ ഒരൊറ്റ ദിവസമാണ് 30/7/2024. സത്യത്തിൽ ഇവിടെയുള്ള ആളുകൾക്ക്, മരണപ്പെട്ടു പോയ ആളുകളായിക്കോട്ടെ, മരിക്കാതെ രക്ഷപ്പെട്ടു പോയ ആളുകളായിക്കോട്ടെ, ഈ ഒരു മനുഷ്യർക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ? ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നു. ഒരു ദുരന്തം വരുമ്പോൾ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള അങ്ങേ തല തൊട്ട് ഇങ്ങേ തല വരെ സർക്കാരിന് കൈ കൊടുത്തു. 750 കോടി രൂപ സർക്കാരിലേക്ക് പണം ജനങ്ങൾ അയച്ചത് ഈ കിടക്കുന്ന ആളുകളുടെ കുടുംബങ്ങളെ സഹായിക്കാനാണ്, അല്ലേ? ആ സംഭവം ശരിയായോ? അത് എത്രത്തോളം ആയി എന്നുള്ളത് നമുക്ക് അറിയാലോ, എത്രത്തോളം ആയി എന്നുള്ളത്. ഇവരുടെ കുടുംബങ്ങളൊക്കെ വഴിയാധാരമായി പോയി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് ശരിക്കും ചൂരൽമല ഉള്ളത്, അല്ലേ? നമ്മൾ ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ്, അല്ലേ? വല്ലാത്തൊരു വിഷമം ആണ് ഇവിടെ നിൽക്കുമ്പോൾ. ഇവരുടെ കുടുംബങ്ങൾക്ക് ആർക്കെങ്കിലും നീതി കൊടുക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒറ്റ ഉത്തരം ഇല്ല എന്ന് തീർത്തും പറയാൻ കഴിയും. കാര്യം അത്തരം രീതിയിലേക്ക് വല്ലാത്ത സ്വപ്നങ്ങളുള്ള ആളുകളായിരുന്നു ഈ കിടക്കുന്ന ആളുകളൊക്കെ, അല്ലെ? 300-ലധികം ആളുകൾ ഇവിടെ കിടക്കുന്നുണ്ട്, അല്ലേ? ആ കൂടെ അവർക്ക് കിട്ടിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സ്നേഹിക്കുന്ന ആളുകളുടെ കൂടെ ഒരുമിച്ച് കിടന്നുറങ്ങാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷം മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അത്രയേറെ വിഷമമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. സർക്കാരിലേക്ക് സർക്കാരിന്റെ പണം വേണ്ട, ജനങ്ങൾ കൊടുത്ത പണം മതി. ജനങ്ങൾ അത്രയേറെ സർക്കാരിനെ സഹായിച്ചു. 750 കോടി രൂപയാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ ഒരു കുടുംബങ്ങളെ, ഈ മരണപ്പെട്ട് കിടക്കുന്ന ഇവരുടെ കുടുംബങ്ങൾ വഴിയാധാരമാവരുത് എന്ന് വെച്ച് കൊടുത്തത്. നമ്മൾ ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മളെ മക്കളുടെ ഭാവി, നമ്മളുടെ നാടിൻ്റെ ഭാവി സുരക്ഷിതമായ ഒരു കരങ്ങളിൽ എത്തണം എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഓരോ സർക്കാരുകളും സാധാരണ മനുഷ്യർ തിരഞ്ഞെടുക്കുക. സത്യത്തിൽ ആ ഒരു പ്രതീക്ഷക്കൊത്ത് ഉയർന്നിട്ട് പ്രവർത്തിക്കാൻ ഇന്നത്തെ ഗവൺമെൻറ്റുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അത് കേന്ദ്ര ഗവൺമെൻറ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത് സംസ്ഥാന ഗവൺമെൻറ് ആയിക്കോട്ടെ, ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ സർക്കാരിന് എന്തെങ്കിലും നിർവഹിക്കാനുണ്ടോ? യഥാർത്ഥത്തിൽ സർക്കാരിന് ഒരു പോസ്റ്റ്മാൻ വീട്ടിൽ കത്ത് കൊണ്ടു കൊടുക്കുന്നത് പോലെ ആരോ അയച്ച പോസ്റ്റ്, ആ കത്ത്, ആ തപാൽ വീട്ടിലെത്തിക്കുന്ന ആ ഒരു പണി മാത്രമേ, ഒരു പോസ്റ്റ്മാന്റെ പണി മാത്രമേ ഇവിടുത്തെ സർക്കാരിന് എടുക്കാനുള്ളൂ. ഈ ഒരു വിഷയത്തിൽ ജനങ്ങൾ വാർത്ത കണ്ണീരിന്റെ, ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച ദുരിതത്തിന്റെയൊക്കെ ആഴം ഉള്ളിൽ പേറിയ ഈ മലയാളികൾ, ലോകമെങ്ങുമുള്ള മലയാളികൾ, പാവപ്പെട്ടവർ മുതൽ പണക്കാർ വരെ എല്ലാവരും, ചെറിയ കുട്ടികൾ വരെ അവരുടെ കുറ്റി പൊട്ടിച്ചിട്ട്, അതെ, സൈക്കിൾ വാങ്ങാൻ വെച്ച പണം, അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട പലഹാരം വാങ്ങാൻ വെച്ച പണം, അല്ലെങ്കിൽ കളിപ്പാട്ടം വാങ്ങാൻ, അങ്ങനെ തുടങ്ങി അമ്മമാർ വളരെ ഹജ്ജിന് പോകാൻ വെച്ച പണം, അങ്ങനെ വളരെ പ്രഷ്യസ് ആയ മണി എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ തട്ടിയ കരുതൽ. അതിന് പണം എന്നല്ല പറയാ, അവരുടെ സ്നേഹമാണ്. അത് 750 കോടിയോളം രൂപ വരും, ചെറിയ തുകയാണ്. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ബാബു ഈ ഗവൺമെന്റിന് എന്താണ് മടി? എത്ര കുടുംബങ്ങളുണ്ട്? ഏതാണ്ട് 500-ലധികം കുടുംബം. 500 കുടുംബങ്ങൾ വെക്കുക. 500 കുടുംബങ്ങൾക്ക് 1 കോടി രൂപ കൊടുത്താലും ബാക്കി 250 കോടി രൂപ സർക്കാരിന്റെ കയ്യിൽ സേഫ് ആയിരിക്കും. അല്ല ചില വർക്കുകൾ ചെയ്താൽ മാത്രം. ഞാൻ പറയുന്നത് വേണ്ട, 1 കോടി രൂപ കൊടുക്കണ്ട. മനാഫ്ക്ക് അറിയാലോ, 15 ലക്ഷം രൂപ ഓരോരുത്തർ വാങ്ങിപ്പോയിട്ടുണ്ട്, അല്ലേ? അത് നിർബന്ധിത അവസ്ഥയിൽ വാങ്ങിയതായിരുന്നു. അതെ, തീർച്ചയായും. പക്ഷെ വേറെ വിഷയം, 1 കോടി വേണ്ട, 50 ലക്ഷം കൊടുക്കുകയാണെങ്കിൽ പോലും ആ കുടുംബങ്ങളെ ഇന്ന് ഈ ഗതികേടിലേക്ക്, വാടക വീട്ടിലേക്ക്, മറ്റുള്ള കുടുംബക്കാരെ അഭയം തേടുന്ന രീതിയിലേക്ക് ആക്കേണ്ട കാര്യം എന്താണ്? എത്രയൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. അതായത് വലിയ വലിയ പദ്ധതികൾ വരെ മാസങ്ങൾ കൊണ്ട്, വലിയ ടെക്നോളജിയാണ് നമ്മുടെ ഇന്ത്യ ഇന്ന് വളർന്നിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം, ഞാൻ ആരോപണം പോലും ഉന്നയിക്കുകയാണ്. ഞാൻ ഇന്നിപ്പോ നമ്മൾ ചൂരൽമലയിൽ പോയപ്പോൾ കണ്ട കാഴ്ച, റോഡിന്റെ 2 ഭാഗത്തും കരിങ്കൽ കെട്ടുകൾ ഉയർത്തി കെട്ടിക്കൊണ്ടിരിക്കുക. എവിടുന്ന പണം എന്ന് എനിക്കറിയില്ല. അത് എന്തിനു വേണ്ടി എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇവിടെ താമസിച്ച് മരിച്ചു പോയ, അല്ലെങ്കിൽ അവരുടെ ബിലോങ്ങിങ്സോ, അല്ലെങ്കിൽ അവർ ഉറ്റവർക്കോ ഉടയവർക്കോ സഹായകരമായി അവിടെ ആരും ഇല്ല. അല്ല, ഇവിടെ ടൂറിസത്തിന് വേണ്ടിയാണോ ആ പണം മുടക്കുന്നതെന്ന് പോലും ചിന്തിക്കേണ്ടതുണ്ട്. ഒരു കാര്യമല്ല. സത്യത്തിൽ ശ്മശാനത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. ഈ ഒരു തന്നെയാണ് ചൂരൽമല അങ്ങാടിയിലും നമ്മൾ കണ്ടത്. അവിടേക്ക് നമ്മൾ പോകാൻ അനുവദിച്ചില്ല പോലീസ്, അവിടേക്ക് കടന്നു പോകാൻ. കാരണം നദി
195 കോടി രൂപ എസ്റ്റിമേറ്റ് ചെയ്ത് പിന്നെ ടെൻഡർ ചെയ്തിട്ടുള്ള ഒരു വർക്കിൽ അവിടെ 2 JCB വന്ന് മാന്തി എന്നാ പറയുന്നത്. നേരത്തെ പരാതി പറഞ്ഞു ആളുകൾ. ടൺ കണക്കിന് വരുന്ന കല്ലും അതിന്റെ പിന്നെ അവശിഷ്ടങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി 2 JCB വെച്ച് മാന്തിക്കൊണ്ടിരുന്ന മണ്ണ് മുഴുവൻ വീണ്ടും മഴ പെയ്തപ്പോൾ ഒലിച്ച് വീണ്ടും അവിടേക്ക് തന്നെ പോയി എന്നുള്ളത്. ആരുടെ പൈസയാണ് ഇത് നഷ്ടപ്പെട്ടത്? ഈ ഗവൺമെന്റിന്റെ പണം ഈ അക്കൗണ്ടിലാണത് വരിക. അതായത് ചൂരൽമല മുണ്ടക്കൈ പിന്നെ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ, മരാമത്ത് പണികൾ എന്നുള്ള നിലയിൽ തന്നെയാണ് അത് വരിക. പക്ഷെ ഇതൊക്കെ ഇവിടുത്തെ ഈ പറയുന്ന ഇവിടെ കിടക്കുന്ന, ഇവിടെ പരസ്പരം കെട്ടിപ്പിടിച്ച് അന്ത്യനിദ്ര കൊള്ളുന്ന, അവർക്ക് ജാതി മതമൊന്നുമില്ല. മുണ്ടക്കൈ എന്ന് പറയുന്നത്, ചൂരൽമല അങ്ങാടി എന്നൊക്കെ പറയുന്നത് ഈ മനുഷ്യ സ്നേഹത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്ന, മനുഷ്യർ താമസിച്ചിരുന്ന, ഈ പറയുന്ന ഒരു വിഭാഗീയതയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സംഭവം അവിടെ ഏശാത്ത ഒരു ഗ്രാമമായിരുന്നു. ആ ഗ്രാമത്തിൽ പരസ്പരം ഒരു രാത്രി ഉണ്ടുറങ്ങി ഒരുമിച്ച് അന്ത്യനിദ്ര പോകിയ ആളുകളുടെ ഒരു മണ്ണ് എന്നുള്ള നിലയിൽ ആ അങ്ങാടി ഇന്ന് ശ്മശാനമുഖമായി കിടക്കുന്നു. അവിടുത്തെ അമ്മമാർ, സഹോദരിമാർ, ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്, മാധ്യമങ്ങളിൽ കണ്ട വാർത്ത എന്താ? അവര് ജനങ്ങളോട് വീണ്ടും പിന്നെ നിവേദനവുമായി ധർണ നടത്താൻ ഇന്ന് വില്ലേജ് ഓഫീസിന് മുമ്പിൽ ധർണ ഇരിക്കാൻ പോയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാ? 300 രൂപ ദിവസവും അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള 300 രൂപ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് 9,000 രൂപയാണ് ഒരു മാസം കൊടുക്കാമെന്ന് പറഞ്ഞത് സർക്കാർ കൊടുക്കുന്നില്ല. ഈ വയനാട് ജില്ലയുടെ വിവിധ പ്രാന്ത പ്രദേശങ്ങളിൽ ഏതെങ്കിലും ചായ്പിലോ ഏതെങ്കിലും ഒരു കടമുറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാടക കെട്ടിടത്തിലോ ഈ പറയുന്ന ഇവിടെ കിടക്കുന്നവരുടെ, നേരത്തെ ബാബു പറഞ്ഞ ഇവരുടെ വേദന ഉള്ളിൽ ഏറ്റുവാങ്ങി കൊടുത്ത പണം അവിടെ ഖജനാവിൽ കിടക്കുമ്പോൾ 1 രൂപ പോലും അതിനുവേണ്ടി മുടക്കാൻ തയ്യാറാകാത്ത നിലയിൽ ഇപ്പോഴും അതവിടെ ഫ്രീസറിൽ സൂക്ഷിച്ചു നിൽക്കുമ്പോൾ ഈ പറയുന്ന ആളുകൾ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ തൊഴിലില്ലാതെ തെരുവിലാണ് എന്ന് തന്നെ പറയാം. ആ രീതിയിൽ ജനങ്ങൾ കഴിയുമ്പോൾ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ഈ ഓറഞ്ച് അലർട്ട് ഉള്ളപ്പോഴും ഈ പറയുന്ന ആളുകൾ, വീട് നഷ്ടപ്പെട്ടവർ, കടകൾ നഷ്ടപ്പെട്ടവർ, അവര് വളരെ സ്നേഹത്തോടു കൂടി വളർത്തിയ വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ടവർ, അങ്ങനെ തുടങ്ങി എല്ലാം നഷ്ടപ്പെട്ടെന്ന് പറയും. അവരിന്ന് തെരുവിലാണ് മനാഫെ. അവരിന്ന് സമരം നടത്തേണ്ടി വരും. ജനങ്ങള് ശരിക്കും ഈ 750 കോടി രൂപ കൊടുത്തത് ഈ കിടക്കുന്ന കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ വിനോദം പറഞ്ഞ പോലെ ഒരു പോസ്റ്റ്മാനെ പോലെ ഇത് എടുത്ത് കൊടുത്ത് അത് എത്തിക്കേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് പകരം ഇത്തരം രീതിയിലേക്ക് ജനങ്ങളെ സമരം ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്കും അവരെ കഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കും ഒക്കെ പോകുന്ന സംഭവം ശരിയല്ല എന്ന് എനിക്ക് പറയാനുള്ളത്. കാര്യം വേറെ ഇവർ ഉന്നയിക്കുന്ന വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അറിയിക്കാത്ത ആളുകൾ ഇതിൽ വന്ന് ക്യൂ നിൽക്കുന്നു എന്നുള്ളതാണ്. അവരെ തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തപ്പെടേണ്ടത് തന്നെയാണ്. ഉറപ്പായിട്ട് മാറ്റി നിർത്തപ്പെടേണ്ടതാണ്. അത് സർക്കാരിനോട് 100% നമ്മൾ പറയേണ്ടതുണ്ട്. സർക്കാർ സംവിധാനം ഉണ്ടല്ലോ, തീർച്ചയായും. ഒരു വർഷം, ഞാൻ പറയുന്ന ഒരു വർഷം എന്ന് പറയുന്നത് ചെറിയ കാലയളവല്ല. ഇപ്പോ ഇവിടെ തിരിച്ചറിയാത്ത ബോഡി ഇപ്പോൾ ഇവിടെ സംസ്കരിച്ചിട്ടുണ്ട്. ഇപ്പോഴും തിരിച്ചറിയാത്ത നമ്പർ ഇട്ടിട്ടുണ്ട്. ഇന്നലെ ഒരു ബോഡി ഇവിടുന്ന് കൊച്ചുമക്കളുടെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത്. ഇന്നിപ്പോ ഒരാള് പറഞ്ഞല്ലോ, അതെ, ഇന്ന് ഷിഫ്റ്റ് ചെയ്ത്. ഞാൻ ചോദിക്കുന്നത്, ഒരു സർക്കാർ സംവിധാനത്തിനെ ആണല്ലോ നാട്ടിലുള്ള ജനങ്ങളെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്, ആശ്രയിക്കുന്നത്. ഇത് ഈ ചൂരൽമല ദുരന്തം നടന്ന പാടെ തന്നെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യരുതെന്നുള്ള രീതിയിൽ പല പ്രമുഖരായ വ്യക്തികൾ അഭിപ്രായം പറയുകയുണ്ടായി. നമ്മൾ പല ആളുകളും ആശ്ചര്യപ്പെട്ട്, ഇതെന്താണ് ഇവരിങ്ങനെ ഒരു അഭിപ്രായം പറയണമെന്നുള്ളത്. അവരുടെ അഭിപ്രായങ്ങൾ ഇന്ന് ശരിവെക്കുന്ന രൂപത്തിലായിരിക്കുന്നുണ്ടോ? അവർ പറഞ്ഞതിലാണോ ശരി എന്നുള്ള രൂപത്തിലായല്ലോ. കാര്യം ബാക്കിലേക്കുള്ള പല പ്രവർത്തനവും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇതിലൂടെ സംഭവിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇനിയൊരു ദുരന്തങ്ങൾ വരുമ്പോൾ ആളുകള് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊടുക്കാൻ മടിക്കും. അത് നഷ്ടം വരുന്നത് ആ ഒരു ദുരന്തം നടന്ന അന്ന് അത് അർഹതപ്പെട്ട ആളുകൾക്ക് അത് നഷ്ടം ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ഇതിനൊരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെടില്ല. 100%. നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ? അതെ. അപ്പൊ എന്തായാലും ഇത് സർക്കാരിനെതിരെ ശബ്ദിക്കുന്നതല്ല. ഇവർക്ക് വേണ്ടി ഇവരെ വഴിയാധാരമാക്കരുത്, ഇവരുടെ കുടുംബങ്ങളെ വഴിയാധാരമാക്കരുത്. വീണ്ടും എടുത്തു പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതാണ് ശരിക്കും ജനങ്ങൾ ചെയ്തത്. ജനങ്ങളുടെ കർത്തവ്യം 100% ജനങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ജാതി മതഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി മനാഫ്ക പറഞ്ഞ പോലെ പല ആളുകളും കൊടുക്കപ്പെട്ടിട്ടും ചെറിയ കുട്ടികളടക്കം സഹായിച്ചാണ് ഇത്തരം രീതിയിലേക്ക് പണം കൊടുത്തിട്ടുള്ളത്. ആ പണം കൊടുത്ത പണം കൃത്യസമയത്ത് ചെലവാക്കാതിരുന്നു കഴിഞ്ഞാൽ എന്താണ് ആ കൊടുത്തതിന്റെ, അല്ലെങ്കിൽ ജനങ്ങൾ ആരായി പോയി എന്ന് ചില സമയത്ത് നമ്മൾ ചോദിക്കേണ്ടി വരും, അല്ലെ? അപ്പൊ എന്തായാലും സർക്കാരിനെതിരെയല്ല, ആരെങ്കിലും അത്ര സർക്കാരിനെതിരെയാണ് എന്ന് പറയെങ്കിൽ നിങ്ങളൊന്ന് പരിശോധിക്കുക നിങ്ങളുടെ മനസ്സ്.
അപ്പോൾ അന്ധമായ ഒരു എന്താ പറയാ ഒരു നേതാവ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അതിനെ എന്ത് തെറ്റിനെയും ന്യായീകരിക്കുന്ന ഒരു അണികളായി മാറരുത്. ഞാനിപ്പോ ഭയപ്പെടുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇതിനെ കുറിച്ച് ഇവിടെ വന്ന് വളരെ മാനുഷികമായിട്ടുള്ള ഒരൊറ്റ പരിഗണന വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കും. പക്ഷെ നമ്മുടെ പേര് കേസ് വരുമെന്ന് ഞാൻ ആലോചിക്കും. അല്ല, ആ പാവങ്ങൾ ഇപ്പൊ സമരം ചെയ്ത പാവങ്ങൾക്കെതിരെ കൃത്യനിർവഹണത്തിന് തടസ്സം നേരിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ADM വന്നപ്പോ അവര് സംസാരിക്കും. ഇവിടെ ആരും ചോദ്യം ചെയ്യരുത്, ഇവിടെ ആരും ചോദ്യം ചോദിക്കരുത്. അതെ, ചോദിക്കരുത്. നിങ്ങൾ ചോദിക്കണ്ട, ഞങ്ങൾ ചെയ്യുന്നത് കേട്ട് നിന്നാ മതി. അതാണ് പല ആളുകളുടെയും കാര്യങ്ങള്. അത് ബാബു അടിമലോകത്ത് പറഞ്ഞാൽ തീർച്ചയായും. അപ്പോ പ്രത്യേകിച്ച് പറയാനുള്ളത് വലിയ രീതിയിലേക്കുള്ള ഒരു സങ്കടമുണ്ട് ഇവിടെ ശരിക്കും ഇവിടെ നിൽക്കുമ്പോ. അപ്പൊ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചില സമയത്തൊക്കെ അല്ലെ മനാഫ്ക, ചില സമയത്തൊക്കെ ഇവിടെയൊക്കെ ഒന്ന് വന്ന് കാണുക, ഇവരോട് സംസാരിക്കുക, അതുപോലെ പ്രാർത്ഥിക്കുക. അത് എന്തായാലും ചെയ്യണം. കാര്യം നമ്മളൊരാളാണ് ഇവിടെ കിടക്കുന്നത് വെച്ച് എന്തായാലും എന്ത് ചെയ്യണം, നിങ്ങൾ എവിടൊക്കെയാ പോകലുണ്ട്. അപ്പൊ എന്തായാലും കുറച്ച് ആളുകളേലും ഈ വാക്ക് കേട്ടാൽ കുറച്ച് ആളുകൾ ഇവിടെ വരിക, സന്ദർശിക്കുക അല്ലെ. ഇവരൊക്കെ പല ആളുകളൊക്കെ വലിയ സ്വപ്നമുള്ള ആളുകളായിരുന്നു, വലിയ രീതിയിലേക്ക് സ്വപ്നങ്ങൾ കണ്ട ആളുകളായിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾ എന്താണ് പറയാ, ഇടയ്ക്കൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട്. പല സമയത്ത് വരുമ്പോഴും പല കാഴ്ചകളാണ് കാണുക അല്ലെ. അപ്പൊ എന്തായാലും നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.